പെയിൻറ്റും പാട്ടയൊക്കെ പൊക്കിക്കൊണ്ട് ഞാൻ അങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ, സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നാണ് കാറിനകത്തുനിന്ന് എടുത്ത് നമ്മൾ മുകളിലൊരു റൂമിലോട്ട് കൊണ്ട് വെക്കാൻ പോവാണ് തൽക്കാലത്തേക്ക്. എന്നിട്ട് വേണം അടുത്ത ദിവസം നമുക്ക് ഇതിൻ്റെ വീടിൻ്റെ പെയിൻറ്റ് പണിയൊക്കെ ഒന്ന് തുടങ്ങാനായിട്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന പോലൊക്കെ ഇൻസൈഡ് ചെയ്യും, ഔട്ട്സൈഡ് എന്തായാലും ഞാൻ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നില്ല, എങ്ങാണ് ഉച്ചയും കുത്തി വീണെങ്കിലോ. അതുകൊണ്ട് നമുക്ക് മുകളിലത്തെ റൂമാകുമ്പം ഫസ്റ്റ് ഫ്ലോർ ഇച്ചിരൊക്കെ നീറ്റ് ആയതുകൊണ്ട് രക്ഷപ്പെടും. അതുകൊണ്ട് കുറച്ചൊക്കെ പെയിൻറ്റ് ചെയ്താൽ മതി, അധികം മെനക്കെടേണ്ട കാര്യമില്ല. സംഭവം എന്നാന്ന് വെച്ചാൽ ഞങ്ങൾ ഈ വീട് ഷിഫ്റ്റ് ചെയ്യുവാണ്, അടുത്തൊരു വീട്ടിലോട്ട് പോവുകയാണ്. അടുത്തത് ഒരു റെൻറ്റഡ് വീട് തന്നെയാണ്. എന്നാലും നമ്മൾ ഒരാളുടെ വീട്ടിൽ താമസിക്കുമ്പോൾ നമുക്കതെല്ലാം തിരിച്ച് വൃത്തിയാക്കി കൊടുക്കണമല്ലോ. നമ്മൾ വൃത്തികേടാക്കിയത്, പ്രത്യേകിച്ച് നമുക്ക് പെറ്റ്സൊക്കെ ഉള്ളപ്പം അവർ നമ്മളെ ട്രസ്റ്റ് ചെയ്ത് നമുക്കൊരു വീട് തരുന്നതല്ലേ. അപ്പോൾ നമ്മൾ യൂസ് ചെയ്ത സംഭവങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. എനിവേ നമ്മൾ അപ്പുറത്തെ വീട്ടിലോട്ട് പോകുമ്പോൾ എന്നാൽ അവിടെ ഒരു ന്യൂ ബിഗിനിങ് ആകട്ടെ. എന്നാൽ പിന്നെ ജിമ്മല്ലേ നമ്മൾ മെയിൻ, എല്ലാ സംഭവങ്ങളും നടക്കുന്നതും എല്ലാം ജിമ്മിലാണല്ലോ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് വൃത്തിയായിട്ടിരിക്കാൻ വേണ്ടി മാറ്റ് ഫുള്ള് ഡേർട്ടി അല്ലേ, അതൊക്കെ ക്ലീൻ ചെയ്ത് വെയിലത്ത് കൊണ്ടുവച്ച് ഉണക്കണം. ഒരു ദിവസം കൊണ്ടൊന്നും നടക്കത്തൊന്നുമില്ല, 2-4 കുറേ ദിവസങ്ങൾ കൊണ്ടാണ് ഞാൻ ഈ മാറ്റുകളെല്ലാം കഴുകിയെടുത്തത്. അടുത്ത വീട് നമുക്ക് പോകുന്ന സ്ഥലം അധികം വലിയ റൂമൊന്നുമില്ല, ഇത്രയും വലിയ സ്പേസൊന്നുമില്ല. അപ്പോൾ കുറച്ച് മാറ്റൊക്കെ യൂസ് ചെയ്താൽ മതി, എന്നാലും ഫുള്ള് കഴുകി വെച്ചാൽ നല്ലതല്ലേ. അപ്പോൾ നമ്മൾ അടുത്ത വീട്ടിലോട്ട് പോകുന്നതിന് മുന്നേ ഇതൊക്കെ വൃത്തിയാക്കിക്കൊണ്ട് പോയാൽ അവിടെ ചെല്ലുമ്പം കുറച്ച് എനിക്ക് പണി ചെയ്താൽ മതിയല്ലോ. ഇത് ഞങ്ങൾ നേരത്തെ ഇപ്പം ഈ വീഡിയോ ഇടുമ്പോൾ ഞാൻ ഓൾറെഡി ഷിഫ്റ്റൊക്കെ ചെയ്ത് കഴിഞ്ഞു. പക്ഷേ എനിക്ക് എഡിറ്റിങ്ങിന് ഒന്നിനും സമയം കിട്ടാഞ്ഞതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതൊക്കെ ഇടുന്നത്. അപ്പം പെയിൻറ്റർമാർ എന്നെ കമൻസിലൂടെ എന്നെ കൊല്ലരുത്, ഞാൻ പെയിൻറ്ററൊന്നുമല്ല. നമ്മളിതൊക്കെ ജസ്റ്റ് ട്രൈ ചെയ്തെന്നുള്ളതേ ഉള്ളൂ സ്വന്തമായിട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ചുമ്മാ ഒരു രസം അല്ലേ. വീടിനകത്ത് മാത്രമേ ഉള്ളൂ ഞാൻ ചെയ്യുന്നത്, പുറത്തൊന്നും ഞാൻ ചെയ്യുന്നൊന്നുമില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ സ്ഥലമൊക്കെ ചെയ്യും. പിന്നെ മറ്റേ പുറത്ത് നമ്മൾ ആളെ വിളിച്ച് പെയിൻറ്റ് ചെയ്യിപ്പിക്കും ചെളിയായ ഭാഗങ്ങളൊക്കെ. കാരണം ഞാൻ ചെടികളൊക്കെ വെച്ചും പെറ്റ്സൊക്കെ ഉള്ളതുകൊണ്ട് ഫുള്ള് ഫുട് പ്രിൻറ്റ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്കത് അങ്ങനെ വൃത്തികേടായിട്ട് ഇട്ടിട്ട് പോകാൻ എനിക്കിഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യുന്നെന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ ഇവിടെ വീട്ടിൽ വോളിലുണ്ടായിരുന്ന വോൾ ഡെക്കേഴ്സും നമ്മുടെ പൂച്ചകളുടെ പെർച്ചിങ് സംഭവങ്ങളും എല്ലാം അഴിച്ചു മാറ്റി. ജിമ്മിലെ പുള്ളപ്പാറും എല്ലാം എടുത്ത് മാറ്റിയപ്പോൾ ഉണ്ടായിരുന്ന ഹോൾസൊക്കെ ഞാൻ POP യൂസ് ചെയ്ത് ഹോള് ക്ലോസ് ചെയ്തേച്ച് പുട്ടിയിട്ട് ഞാനത് ഫിനിഷ് ചെയ്തെടുത്തായിരുന്നു. അതൊക്കെ എനിക്കറിയാവുന്നതൊന്നുമല്ല, ആരോ ഇങ്ങനെ പറഞ്ഞു കേട്ട് ഞാൻ ചെയ്തതാണ് പെയിൻറ്റ് വാങ്ങിക്കാൻ ചെന്നപ്പം. അപ്പോൾ പെയിൻറ്റിങ്ങൊക്കെ പകുതി വഴിയായിട്ടൊക്കെ നടക്കുന്നുണ്ട്, പല ദിവസങ്ങളായിട്ടൊക്കെയാണ് ചെയ്തത്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കൂർഗിൽ പോയി, അത് കഴിഞ്ഞിട്ടാണ് വീടൊക്കെ ഷിഫ്റ്റ് ചെയ്തത്. അപ്പം അത്രയേ ഉള്ളൂ. ബൈ.